ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ 10 വർഷത്തിനിടെ സംസ്ഥാനത്ത് 54% വർധനവാണ് ഉണ്ടായതെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നത്. ചികിത്സയ്ക്ക് കൂടുതൽ സൗകര്യങ്ങൾ അടിയന്തരമായി ഒരുക്കേണ്ട അവസ്ഥയിലേക്ക് കേരളം നീങ്ങുന്നു. ഇല്ലെങ്കിൽ കനത്ത വില കൊടുക്കേണ്ടി വരും. 2019 മുതൽ 2024 വരെയുള്ള കണക്ക് പ്രകാരം കേരളത്തിൽ ഓരോ വർഷവും 1000-ലേറെ പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നു. 1,00,000 പേരിൽ 173 പേർക്ക് ക്യാൻസർ. 2014 ഇത് 114 ആയിരുന്നു. ദേശീയ ശരാശരി 98.5 നിൽക്കുമ്പോഴാണ് 2015 39,672 കേസുകളിൽ നിന്ന് 2024 എത്തിയപ്പോൾ 61,175 2018 2019 ഇടയിൽ സംസ്ഥാനത്ത് അമ്പരപ്പിക്കുന്ന വർധനവാണ് ഉണ്ടായത്. 8,766 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. തുടർന്നാണ് എല്ലാ വർഷവും 1000 രോഗികൾ എന്ന നിലയിലേക്ക് മാറിയത്. കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ രോഗബാധിതരാകുന്നു. രോഗകാരണത്തിന് കൃത്യമായ ഉത്തരമില്ലെങ്കിലും ജീവിതശൈലിയാണ് വില്ലനെന്നാണ് വിദഗ്ധർ പറയുന്നത്. തെറ്റായ ഭക്ഷണരീതി, അമിതവണ്ണം, മദ്യപാനം എന്നിവയ്ക്ക് ക്യാൻസറുമായി അഭേദ്യമായ ബന്ധമുണ്ടെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ICMR നാഷണൽ ക്യാൻസർ രജിസ്ട്രി പ്രോഗ്രാമിന്റെ കണക്കുകൾ പ്രകാരം തമിഴ്നാട് 137, കർണാടക 139, ആന്ധ്രാപ്രദേശ് 144 എന്നിങ്ങനെയാണ് പ്രതിശീർഷ ക്യാൻസർ കേസുകൾ. ലോക്സഭയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയാണ് ഈ കണക്കുകൾ വ്യക്തമാക്കിയത്. ജങ്ക് ഫുഡും അമിതവണ്ണവും ക്യാൻസറിനെ ക്ഷണിച്ചു വരുത്തുമെന്നാണ് പരീക്ഷണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. വിഷാംശം കലർന്ന പച്ചക്കറികൾ, റെഡ് മീറ്റ്, ജങ്ക് ഫുഡ്സ്, കരിച്ചെടുക്കുന്ന ഭക്ഷണം എന്നിവ വൻകുടൽ, ചെറുകുടൽ, അന്നനാളം, ആമാശയം, മലദ്വാരം എന്നിവയിൽ ക്യാൻസർ ഉണ്ടാക്കും. സ്തനം, വൃക്ക, അന്നനാളം, പാൻക്രിയാസ്, പിത്തസഞ്ചി എന്നിവിടങ്ങളിലെ രോഗത്തിന് അമിതവണ്ണം കാരണമായേക്കാം. മദ്യപാനം കരളിനെയും വൻകുടലിനെയും ക്യാൻസറിലേക്ക് നയിക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. തിരുവനന്തപുരം RCC, മലബാർ, കൊച്ചി ക്യാൻസർ സെന്ററുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ വിവര ശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിൽ ക്യാൻസർ പടർന്നു പിടിക്കുന്നതായി ആരോഗ്യ വിദഗ്ധർ കണ്ടെത്തി. രോഗം പെരുകുന്ന മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്.